അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരുപാട് കാവ്യങ്ങൾ ഇസ്ലാമിക ലോകത്ത് വിരചിതമായിട്ടുണ്ടെങ്കിലും കാലാകാലങ്ങളായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ ചൊല്ലിവരുന്ന, പാരായണം ചെയ്തു വരുന്ന വളരെ പ്രശസ്തമായ ഒരു കവിതയാണ് ഖസീദത്തുൽ ബുർദ. എന്തുകൊണ്ടാണ് ഖസീദത്തുൽ ബുർദക്ക് ഇത്രത്തോളം സ്ഥാനം, പ്രചാരണം ഈ ലോകത്ത് ലഭിക്കാൻ കാരണം? ആ ഖസീദത്തുൽ ബുർദയുടെ രചനാ പശ്ചാത്തലം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് ഖസീദത്തുൽ ബുർദ രചിച്ചത്? എപ്പോഴാണ് ആ ഖസീദത്തുൽ ബുർദ വിരചിതമായത്? പിന്നീട് ലോക മുസ്ലിമീങ്ങൾ അതിനെ എങ്ങനെയാണ് വരവേറ്റത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ നാം ഖസീദത്തുൽ ബുർദയുടെ ആശയം പഠിക്കുന്ന സമയത്ത് നാം ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഖസീദത്തുൽ ബുർദയുടെ നാം ബുർദ എന്ന് കേരളക്കരയിൽ നമ്മൾ പറയുമെങ്കിലും അതിൻ്റെ യഥാർത്ഥ നാമം അൽ കവാക്കിബുദ്ദുല്ലിയ ഫി മദ്ഹി ഖൈരിൽ ബരിയ എന്നാണ്. അൽ കവാക്കിബുദ്ദുല്ലിയ ഫി മദ്ഹി ഖൈരിൽ ബരിയ. മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ യഥാർത്ഥ നാമം മുഹമ്മദ് ബിൻ സഈദ് അൽ ഹമ്മാദ് അസ്സുനാജി അൽ ബൂസൂരി. മുഹമ്മദ് ബിൻ സഈദ് അസ്സുനാജി, മുഹമ്മദ് ബിൻ സഈദ് അൽ ഹമ്മാദ് അസ്സുനാജി അൽ ബൂസീരി എന്നതാണ് മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പൂർണ്ണനാമം. അവിടുന്ന് ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് ഹിജ്റ 608 വലിയ കവിയായിരുന്നു അവിടുന്ന്. നമുക്കറിയാം, കവിത രചിക്കുക എന്നുള്ളത് വലിയ കഴിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യർക്കും അവർക്ക് അനുയോജ്യമായ കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ കവിയായിരുന്നു, വലിയ സാഹിത്യകാരനായിരുന്നു. എപ്പോഴാണ് ഈ ബുർദ രചിക്കപ്പെടുന്നത്? ആ ബുർദയുടെ രചനാ പശ്ചാത്തലത്തിലേക്കാണ് നാം കടന്നു വരുന്നത്. ആദ്യമായി മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് വലിയ ഒരു രോഗം, ഒരു തളർവാദം പിടിപെടുകയാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ കേരളക്കരയിൽ നമ്മളൊക്കെ പാരായണം ചെയ്തു വരുന്ന മങ്കൂസ് മൗലിദ് കേരളക്കരയിലെ ഗ്രാമപ്രദേശങ്ങളിൽ, വീടുകളിൽ പ്ലേഗ് രോഗം ബാധിച്ചപ്പോൾ മഹാന്മാർ നിർദ്ദേശിച്ച ഒരു മരുന്നാണ് മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഇജാബത്ത്, അതിന് വലിയ ശമനം ആ പ്ലേഗ് രോഗത്തിന് മങ്കൂസ് മൗലിദിന്റെ പാരായണം മൂലം ലഭിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ്, അവിടുത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള മദ്ഹ് ഗീതങ്ങൾ പാടുന്നതിലൂടെ, ഹബീബായ തങ്ങളെ പറയുന്നതിലൂടെ അവർക്ക് വലിയ, അവരുടെ ജീവിത പ്രതിസന്ധികൾക്ക് വലിയ കരുത്താണ്. പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടാനുള്ള വലിയൊരു മാർഗമായാണ് ലോക മുസ്ലിമീങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളെ കാണുന്നത്. മഹാനായ അബുൽ അബ്ബാസുൽ മർസി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ അബുൽ അബ്ബാസുൽ മർസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാരാണ് ഇപ്പറഞ്ഞ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിയും. അതുപോലെ തന്നെ തസവൂഫിന്റെ ഗ്രന്ഥത്തിൽ തസവൂഫ് എന്ന് പറയുന്ന ഫന്നില് ഏറ്റവും പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് അൽ ഹിക്കം എന്നുള്ളത്.
മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി, അവരാണ് ആ ഹിക്കം എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ആ മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹിയും അതുപോലെ തന്നെ അബുൽ അബ്ബാസ് അൽ മർസി റഹ്മത്തുള്ളാഹി അലൈഹിയും അവർ ഒരു ദിവസം ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത് ആരുടെ അടുക്കൽ? തൻ്റെ ഗുരുവായ അബുൽ അബ്ബാസുൽ മർസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിയും അതുപോലെ തന്നെ ഹിക്കമിന്റെ മുസന്നിഫായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹിയും ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് മഹാനായ അബുൽ അബ്ബാസി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് എന്നോട് ആവശ്യപ്പെടാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് എന്നോട് ആവശ്യപ്പെടാനുള്ളത്? നിങ്ങളുടെ ആവശ്യം എന്താണ്? എന്നിൽ നിന്ന് എന്ത് ആവശ്യമാണ് നിങ്ങൾക്ക് വേണ്ടത്? ആ സമയത്ത് മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാക്ക്, ഓ ഗുരുവേ, എനിക്ക് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഹിക്കം എന്ന് പറയുന്ന ഗ്രന്ഥം, ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം തസവ്വുഫിന്റെ വിഷയത്തിൽ എനിക്ക് രചിക്കണം. അതിന് അങ്ങ് അനുവാദം നൽകണം. ലോകമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തസവ്വുഫിന്റെ ഫന്നിലുള്ള ഒരു ഗ്രന്ഥം എനിക്ക് രചിക്കണം, അതിന് നിങ്ങൾ അനുവാദം നൽകണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തേക്ക് അനുവാദം, ഇജാസത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് ഈ ബുർദക്കുള്ള സമ്മതം ചോദിക്കുകയാണ്. ഈ ബുർദ ബൈത്ത് എഴുതാനുള്ള സമ്മതം ആരോട് ചോദിക്കുകയാണ്? തൻ്റെ ഗുരുവായ അബുൽ അബ്ബാസുൽ മർസി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുകയാണ്. ആ സമയത്ത് മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് തൻ്റെ ഗുരുവായ അബുൽ അബ്ബാസുൽ മർസി റഹ്മത്തുള്ളാഹി അലൈഹി അതിനുള്ള ഇജാസത്ത് കൊടുക്കുകയാണ്. ഇതാണ് ബുർദ രചിക്കാനുള്ള പശ്ചാത്തലമായി മഹാന്മാർ പറയുന്നത്. അങ്ങനെ മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പെട്ടെന്ന് ഒരു തളർവാദം വന്ന സമയത്ത് അതിൻ്റെ ശമനത്തിന് വേണ്ടി അവിടുന്ന് ബുർദ രചിക്കാൻ വേണ്ടി തുടങ്ങുകയും ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറു എന്ന് പറയുന്ന ബൈത്ത് അവിടം വരെ എത്തിയപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പൂർത്തീകരിക്കാൻ മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കഴിയാതെ വന്നപ്പോൾ മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് ബാക്കി ചൊല്ലിക്കൊടുക്കുകയാണ്. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി, വഅന്നഹു തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ എല്ലാത്തിലും, അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളിൽ നിന്നും ഏറ്റവും ഖൈറാണ് ആര്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ആശയം വരുന്ന ബൈത്ത് വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി എന്ന ബൈത്ത് അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിക്കൊടുത്തുകൊണ്ട് പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. ബുർദയുടെ രചനാ പശ്ചാത്തലമാണ് നാം പറഞ്ഞു വരുന്നത്. മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തേക്ക് വലിയൊരു തളർവാദം പിടിപെട്ട സമയത്ത് അവിടുന്ന് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് രചിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ എഴുതി ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ എന്ന ആ സ്ഥലത്തെത്തിയപ്പോൾ ബാക്കി പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് ആ വരി പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി എന്ന ആ ബൈത്ത് പൂർത്തിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ മഹാനവറുകൾക്ക് ആ തളർവാദം മാറുകയാണ്. അങ്ങനെ രോഗശമനം, ദാ എന്ന് പറയുമ്പോൾ രോഗം, രോഗശമനം ലഭിക്കുന്ന ബൈത്ത് എന്ന ഒരു പേര് ബുർദക്ക് വരികയാണ്. അതുപോലെ മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹ് രചിച്ച സമയത്ത് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് അവിടത്തേക്ക് ഒരു പുതപ്പ് സമ്മാനമായി നൽകുകയാണ്. ആ പുതപ്പ് സമ്മാനമായി ലഭിച്ച ബൈത്ത് എന്ന അടിസ്ഥാനത്തിൽ ഖസീദത്തുൽ ബുർദ, പുതപ്പ് സമ്മാനമായി ലഭിച്ച ബൈത്ത് എന്നും നമ്മൾ പേര് വരികയാണ്. പുതപ്പ് സമ്മാനമായി ലഭിച്ച മറ്റൊരു ബൈത്ത് കൂടി ഇസ്ലാമിക ലോകത്തുണ്ട്. അത് ഖസീദത്തു ബാനത്ത് സുആദയാണ്. ബാനത്ത് സുആദ ഫഖൽബിൽ യൗമ മത്ബൂലു മുതമ്മമുൻ ഇസ്റഹ ഇന്ന റസൂല ലസൈഫുൻ ഇസ്തളാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു.
മഹാനായ കഅബ് ബിൻ സുഹൈർ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ബാനത്ത് സുആദയുടെ രചയിതാവ്. മഹാനായ കഅബ് തങ്ങള് അവിടുന്ന് നബിതങ്ങളെ വർണ്ണിച്ചുകൊണ്ട് അങ്ങനെ എഴുതി ഒരു നബിതങ്ങളെ കുറിച്ച് മഹാനായ കഅബ് തങ്ങൾ പറഞ്ഞത്, ഇന്ന റസൂല, തീർച്ചയായും റസൂൽ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെ സൈഫുൻ, ഒരു വാളാണ്. എങ്ങനത്തെ വാളാണ്? യുസ്തലാഉ ബിഹി, ആ വാള് കൊണ്ട് ജനങ്ങൾ എന്താക്കുന്നു? ആ വാള് യുസ്തലാഉ ബിഹി, ആ വാള് പ്രകാശിക്കുന്നുണ്ട്. മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നത് യുസ്തലാഉ ബിഹി ലസൈഫുൻ യുസ്തലാഉ ബിഹി, പ്രകാശിക്കുന്നതായ ഒരു വാളാണ്. എങ്ങനത്തെ വാള്? മുഹന്നദുൻ, ഇന്ത്യൻ വാളാണ്. ഹിന്ദ്, മുഹന്നദ്. മിൻ സുയൂഫില്ലാഹി മസ്ലൂലു, ഊരപ്പെട്ടതായ പ്രകാശിക്കുന്നതായ ഒരു ഇന്ത്യൻ വാളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് മഹാനായ കഅബ് തങ്ങള് ബാനത്ത് സുആദയിൽ പറയുകയാണ്. ഈ വരി എത്തിയ സമയത്ത് ഇന്ന റസൂല ലസൈഫുൻ യുസ്തലാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു എന്ന വരി എത്തിയ സമയത്ത് കഅബ് ബിൻ സുഹൈർ തങ്ങളെ നബി തങ്ങൾ പുതപ്പ് അണിയിച്ചുകൊണ്ട് ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബുർദ എന്ന പേര്, പുതപ്പ് സമ്മാനമായി ലഭിച്ച ബൈത്ത് എന്ന ആ പേരിന് ഏറ്റവും അർഹത ബാനത്ത് സുആദക്കാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. ഇനി നമ്മൾ ബുർദയുടെ ആശയങ്ങളിലേക്ക് കടക്കുകയാണ്. ബുർദ, ഖസീദത്തുൽ ബുർദ 160 ബൈത്താണ് ഖസീദത്തുൽ ബുർദയിൽ മൊത്തമായി ഉള്ളത്. ആ ബുർദയുടെ ആദ്യ ഭാഗങ്ങൾ, ഖസീദത്തുൽ ബുർദയുടെ ആദ്യ ഭാഗങ്ങൾ മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി, ബൂസീരി ഇമാം തന്റെ ശരീരത്തോട് തന്നെ ചോദിക്കുകയാണ്. തന്റെ നഫ്സിനെ മറ്റൊരു വ്യക്തിയായി സങ്കല്പിച്ചുകൊണ്ട് തന്റെ ശരീരത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന രൂപമാണ് ആദ്യ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇതൊരു സാഹിത്യ ശൈലിയാണ്. തജാഹുലുൽ ആരിഫ് എന്നാണ് ഇതിന് പറയുക. തജാഹുലുൽ ആരിഫ്, സ്വന്തം നഫ്സിനോട് ചോദ്യങ്ങൾ ചോദിക്കുക, മറ്റൊരു വ്യക്തിയായി സ്വന്തം നഫ്സിനെ കണ്ടുകൊണ്ട് സ്വന്തം നഫ്സിനോട് ചോദ്യങ്ങൾ ചോദിക്കുക. ഇതാണ് ബുർദയുടെ ആദ്യ ഭാഗങ്ങളിൽ മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകരിച്ച ശൈലി. നമ്മൾ ആശയങ്ങളിലേക്ക് പോവുകയാണ്. അമിൻ തദക്കുരി ജിറാനിൻ ബിദി സലമി മസജ്തദം അൻജറ മിൻ മുഖലത്തിൻ ബിദമി. അമിൻ തദക്കുരി, നീ ഓർത്തിട്ടാണോ? ജിറാനിൻ ബിദി സലമി, ദീസലം എന്ന് പറയുന്ന നാട്ടിലുള്ള അയൽവാസികളെ ഓർത്തിട്ടാണോ? മസജ്ത, നീ കലർത്തുന്നത്. ദം അൻ, കണ്ണുനീരിനെ കലർത്തുന്നത്. ജറ, ആ കണ്ണുനീര് ഒഴുകുന്നു. മിൻ മുഖലത്തിൻ, ഒഴുകി വരുന്നു. മിൻ മുഖലത്തിൻ, കണ്ടടത്തിൽ നിന്ന്. ബിദമി, എന്തിനോട് കലർത്തുന്നത്? രക്തത്തോട് കലർത്തുന്നത്. അതായത് രക്തം കലർന്ന കണ്ണുനീര് നീ ഒഴുക്കുന്നത് ദീസലം എന്ന് പറയുന്ന നാട്ടിലുള്ള അയൽവാസികളെ ഓർത്തിട്ടാണോ നീ എന്താക്കുന്നത്? രക്തം കലർന്ന കണ്ണുനീര് നിന്റെ കൺതടത്തിലൂടെ നീ ഒഴുക്കിവിടുന്നത് എന്ന് സ്വന്തം ശരീരത്തോട് മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്. അതായത് സാഹിത്യങ്ങളിൽ ഉള്ള ഒരു ശൈലിയാണിത്. തജാഹുൽ ആരിഫ് പറഞ്ഞല്ലോ. അതായത് താൻ പ്രണയിക്കുന്ന തൻ്റെ മെഹബൂബ്, താൻ ആരെയാണോ പ്രണയിക്കുന്നത് അവരുടെ പേര് പറയാൻ അവരുടെ പേര് പറയാൻ പേടിച്ചുകൊണ്ട്, അത്രത്തോളം സ്നേഹാധിക്യത്താൽ അവരുടെ പേര് പറയാൻ വല്ലാതെ പേടി വരികയും അങ്ങനെ അവർ ജീവിച്ച അവരുടെ താമസ സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളെ കുറിച്ച് പറയുകയും അവിടെയുള്ള മരങ്ങൾ, അവിടെയുള്ള വസ്തുക്കളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് എന്താക്കുക? മെഹബൂബിലേക്ക് പോവുക. ഇതാണ് ഒരു ശൈലി. ഈ ശൈലിയാണ് മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. താൻ പ്രണയിക്കുന്ന തൻ്റെ മെഹബൂബിന്റെ പേര് പറയാൻ മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാതെ തന്നെ മെഹബൂബ് വസിച്ചിട്ടുള്ള സ്ഥലം, ആ സ്ഥലത്തെ കുറിച്ച് പറയുന്നു. ഇനി ബാക്കിയുള്ള വരികളൊക്കെ പറയുമ്പോൾ ആ സ്ഥലത്തുള്ള വസ്തുക്കളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ദീസലമുള്ള അയൽവാസികളെ ഓർത്തിട്ടാണോ നീ എന്താകുന്നത്? രക്തം കലർന്ന കണ്ണുനീര് നിന്റെ കൺതടത്തിലൂടെ നീ ഒഴുക്കുന്നത്. അം ഹബ്ബത്തിർരീഹു മിൻ തിൽഖാഇ കാളിമതി, അം ഹബ്ബത്തിർരീഹു മിൻ തിൽഖാഇ കാളിമതി വഅൗമൽ ബർഖു ഫിൽ ളൽമാഇ മിൻ ഇളമി. രണ്ടാമത്തെ വരി,
അതല്ല ഹബ്ബത്തില്ലീഹു കാറ്റ് അടിച്ചു വീശിയതിനാലാണോ, മിൻ തിൽഖാഇ കാളിമത്തി കാളിമയിൽ നിന്ന് കാറ്റ് അടിച്ചു വീശിയതിനാലാണോ നീ എന്താകുന്നത്, രക്തം കലർന്ന കണ്ണുനീര് നിന്റെ കൺതടത്തിലൂടെ നീ എന്താകുന്നത്, വല്ലാതെ ധാരധാരയായി നീ ഒഴുക്കിവിടുന്നത്. എവിടെയാണ് കാളിമ? കാളിമ എന്ന് പറയുന്നത് മദീനയിലെ ഒരു സ്ഥലമാണ്. ആ മദീനയിലുള്ള സ്ഥലമായ കാളിമയിൽ നിന്ന് കാറ്റ് അടിച്ചു വീശിയ കാരണത്താലാണോ നീ എന്താകുന്നത്, ആ കാറ്റടിച്ചു വീശിയപ്പോ നീ സ്നേഹിക്കുന്ന, നീ പ്രണയിക്കുന്ന നിന്റെ മെഹബൂബ്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മ വരികയും അങ്ങനെ ഓർമ്മ വന്നപ്പോൾ നീ എന്താക്കുകയാണോ, ആ ഓർമ്മയിൽ വല്ലാതെ നിരാശപ്പെട്ടുകൊണ്ട് അങ്ങനെയാണോ നീ എന്താകുന്നത്, രക്തം കലർന്ന കണ്ണുനീര് നീ ഒഴുക്കുന്നത്? അതല്ല മിന്നൽ പിണർ ദർശിച്ചതിനാലാണോ, മിന്നൽ പിണർ ദർശിച്ചതിനാലാണോ രക്തം കലർന്ന കണ്ണുനീര് നീ ഒഴുക്കുന്നത്? എവിടെ നിന്ന്? മിൻ ഇളമി വഅൗമദൽ ബർഖു ഫിൽ വൽമാഇ മിൻ ഇളം. ഇളം എന്ന് പറയുന്നത് ഒരു കുന്നിൻ പ്രദേശമാണ്. ആ കുന്നിൻ പ്രദേശത്ത് ഇരുട്ട് സമയത്ത്, ഫിൽ വൽമാഇ ഇരുട്ടുള്ള സമയത്ത് മിന്നൽ പിണർ നീ കണ്ടതിനാലാണോ നീ എന്താകുന്നത്, നീ രക്തം കലർന്ന കണ്ണുനീര് നിന്റെ കൺതടത്തിലൂടെ നീ എന്താക്കുന്നത്, നീ ഒഴുക്കുന്നത് എന്ന് മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ നഫ്സിനോട് തന്നെ മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്. വീണ്ടും മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി വീണ്ടും തന്റെ സ്വന്തം നഫ്സിനോട് ചോദ്യം തുടരുകയാണ്. ഫമാലി ഐനൈക നിന്റെ രണ്ട് കൺതടങ്ങൾക്ക് എന്തു പറ്റി? ഫമാലി ഐനൈക നിന്റെ രണ്ട് കണ്ണുകൾക്ക് എന്തു പറ്റി? ഇൻ ഖുൽത നീ പറഞ്ഞാൽ, ഇഖ്ഫുഫ അടങ്ങൂ എന്ന് പറഞ്ഞാൽ, ഹമത ആ രണ്ട് കണ്ണുകൾ എന്താകുന്നു, വല്ലാതെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹമത വല്ലാതെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അടങ്ങാൻ പറയുമ്പോൾ ആ കണ്ണുനീര് അടങ്ങാതെ അതിങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വമാലി കൽബിക നിന്റെ ഹൃദയത്തിനെന്തു പറ്റി? ഇൻ ഖുൽത നീ പറഞ്ഞാൽ, ഇസ്തഫിക് നീ സ്വബോധത്തിലേക്ക് തിരിച്ചു വരൂ. സ്വബോധത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ വല്ലാതെ പ്രണയിക്കുന്ന ആളുകൾ അവരുടെ പരിസരം മറന്നുപോകും. ആ പരിസരം മറന്ന അവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ട് സ്വബോധത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് നീ പറഞ്ഞാൽ, യഹീമി അത് കേൾക്കാതെ വീണ്ടും ആ മാനസിക നില തെറ്റിയ അവസ്ഥയിലേക്ക് നിന്റെ ഹൃദയം പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിന്റെ രണ്ട് കണ്ണുകൾക്ക് എന്ത് പറ്റി? ആ രണ്ട് കണ്ണുകളോട് നീ അടങ്ങൂ എന്ന് പറയുമ്പോഴും ആ രണ്ട് കണ്ണുകൾ കണ്ണുനീർ പ്രവഹിപ്പിക്കുകയാണ്. വമാലി കൽബിക നിന്റെ ഹൃദയത്തിനെന്ത് പറ്റി? ഇൻ ഖുൽത നീ പറഞ്ഞാൽ, ഇസ്തഫിക് സ്വബോധത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് നീ പറഞ്ഞാൽ, മാനസിക നില തെറ്റിയ അവസ്ഥയിൽ നിന്ന് സ്വബോധത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് നീ നിന്റെ ഹൃദയത്തോട് പറഞ്ഞാൽ, യഹീമി അത് വീണ്ടും എന്താവുകയാണ്, ലെവൽ തെറ്റുകയാണ്, വീണ്ടും മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് അയഹ്സബു സ്വബ്ബു ഇതൊക്കെ അടയാളമാണ്. നീ എന്താക്കുന്നുണ്ട്, വല്ലാതെ നീ ഒരാളെ പ്രണയിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ്. നീ അങ്ങനെ എന്താക്കണ്ട, നിഷേധിക്കൊന്നും വേണ്ട. അയഹ്സബു സ്വബ്ബു. വീണ്ടും മഹാനായ ബൂസീരി ഇമാം ചോദിക്കുകയാണ്, തന്റെ സ്വന്തം നഫ്സിനോട് ചോദിക്കുകയാണ്, അയഹ്സബു സ്വബ്ബു വല്ലാതെ പ്രണയിച്ചാള് ഭാവിക്കുന്നുണ്ടോ? സ്വബ്ബ് എന്ന് പറയുന്നത് വല്ലാതെ പ്രണയിച്ചാള്, അനിതര സാധാരണമായ പ്രണയം ബാധിച്ചാള്, ഇതാണ് സ്വബ്ബ് എന്ന് പറയുന്നത്. അയഹ്സബു സ്വബ്ബു വല്ലാതെ പ്രണയിച്ചാള് ഭാവിക്കുന്നുണ്ടോ? എന്താണ് ഭാവിക്കുന്നത്? നീ കരുതുന്നുണ്ടോ? അന്നൽ ഹുബ്ബ മുൻകത്തിമുൻ തീർച്ചയായും സ്നേഹം എന്ന് പറയുന്നത് മുൻകത്തിമുൻ അത് മറഞ്ഞു നിൽക്കുന്നതാണ്, ആരും അറിയില്ല എന്ന് നീ കരുതുന്നുണ്ടോ? ഏതവസ്ഥയിൽ? മാ ബൈന മുൻസജിമി മിൻഹു വ മുൻതരിമി രണ്ട് തെളിവുകൾ ഉണ്ടായിരിക്കെ. എന്താണ് രണ്ട് തെളിവ്? മുൻസജിം മാ ബൈന മുൻസജിമി വർഷകാലത്ത് കുത്തിയൊലിക്കുന്ന പേമാരി, വല്ലാതെ വർഷകാലത്ത് കുത്തിയൊലിക്കുന്ന പേമാരി, കനത്ത മഴ കുത്തിയൊലിക്കുന്ന പേമാരിയെ പോലെ നിന്റെ രണ്ട് കൺതടത്തിൽ നിന്ന് ഒലിക്കുന്നതായ കണ്ണുനീർ, അതാണ് മുൻസജിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേമാരിയെ പോലെ കൺതടത്തിൽ നിന്ന് ഒലിക്കുന്നതായ കണ്ണുനീർ. ആ കണ്ണുനീരുണ്ടായിരിക്കെ അതുപോലെ മിൻഹു വ മുൽതരിമി താൻ സ്നേഹിക്കുന്നതായ തന്റെ മെഹബൂബ്
സ്നേഹിക്കുന്ന മഹബൂബ്, ആ മഹബൂബ് അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ വിട്ടുപോയ കാരണത്താൽ, ഈ ലോകത്ത് നിന്ന് നബിതങ്ങൾ വിട പറഞ്ഞ കാരണത്താൽ തൻ്റെ ഹൃദയത്തിനുണ്ടായ ഹൃദയജ്വാല, അതായത് ഹൃദയത്തിനുണ്ടായ വല്ലാത്ത എരിച്ചിൽ, വേദന, ഈ വേദന ഉണ്ടായിരിക്കെ, ഹൃദയ ജ്വാല ഉണ്ടായിരിക്കെ, അതുപോലെ തന്നെ പേമാരി പോലെ തുരുതുര ഒലിക്കുന്ന, കുത്തിയൊലിക്കുന്ന കണ്ണുനീരുണ്ടായിരിക്കെ, ഈ രണ്ട് തെളിവുകളും ഉണ്ടായിരിക്കെ നീ വാദിക്കുകയാണോ എനിക്ക് പ്രണയമില്ല എന്ന്? അയഹ്സബു സ്വബ്ബു, വല്ലാതെ പ്രണയിച്ചാള്, അനിതര സാധാരണമായി പ്രണയിച്ചാളും ഭാവിക്കുന്നുണ്ടോ, വിചാരിക്കുന്നുണ്ടോ അന്നൽ ഹുബ്ബ മുൻകത്തിബുൻ, തീർച്ചയായും സ്നേഹമെന്ന് പറയുന്നത് മറഞ്ഞു നിൽക്കുന്നതെന്നാണ്. ആരും അറിയില്ല എന്ന് കരുതുന്നുണ്ടോ? നീ നിഷേധിക്കൊന്നും വേണ്ട, നിനക്ക് പ്രണയമുണ്ട്. പ്രണയമുള്ളത് കൊണ്ട് തന്നെയാണ്, അതിൻ്റെ അടയാളങ്ങൾ തന്നെയാണ് ഇവിടെ കാണുന്നത്.